ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നടത്തി വരുന്ന പ്രോഗ്രാമിന്റെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം പറയുകയാണ്. ഔപചാരികമായിട്ട് തുടങ്ങാം. ആദ്യം നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് ശ്രീ ചാൾസ് പോളിനെ വേദിയിലേക്ക് യഥാർത്ഥമായി ക്ഷണിക്കുന്നു. നമ്മുടെ മുഖ്യ രക്ഷാധികാരി ശ്രീ ഐസക് ജോൺ പട്ടാളപ്പറമ്പിൽ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചെയർമാൻ ശ്രീ ഷാഹുൽ ഹമീദിനെ ഈ ഷാഹുലിന്റെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Student ഈ വേദിയിലേക്ക് Kerala Colleges Alumni Forum is an integrated apex body of more than 150 plus Kerala College alumni in UAE. Our members, there are so many business personalities, officials from corporate and industrial segments, social workers, and there are so many other personalities from various sectors. Actually, we are committed to Sham, Niju, the student, for the professor who will be Thank you, ma'am. Brothers and sisters, I would like to take this opportunity to congratulate CAF for this wonderful initiative. CAFിന് ഹൃദയപൂർവ്വമായിട്ടുള്ള അഭിനന്ദനം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കോളേജുകളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ സംഘടനയാണ് CAF എന്ന് ബഹുമാനായിട്ടുള്ള ശ്രീ ഐസക് ജോൺ പട്ടാളിപ്പറമ്പിൽ അദ്ദേഹം എന്നോട് ഇതിലേക്ക് ക്ഷണിച്ചപ്പോൾ പറയുകയുണ്ടായി. ഇവിടെ യോഗാധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും അത് പറഞ്ഞതും ഞാൻ കേൾക്കുകയുണ്ടായി. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മൾ പഠിച്ച കലാലയവുമായിട്ട് വളരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നമ്മൾക്കതിൻ്റെ വായുവും മണ്ണും അതിൻ്റെ ഓരോ സൂക്ഷ്മാംശവും അറിയാം. പുതിയ ഘട്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും, പക്ഷേ നമുക്ക് ആ കലാലയത്തിൻ്റെ ഒരു നാടി ഇടിപ്പ് അറിയാൻ കഴിയും. അപ്പോൾ നമ്മളൊരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. എനിക്കറിയാം ഇവിടെ ഇരിക്കുന്നവരൊക്കെ മാതാപിതാക്കളുണ്ട്, അതോടൊപ്പം തന്നെ അല്ലാതെ മാതാപിതാക്കൾ അല്ലാത്ത യങ്സ്റ്റേഴ്സും ഒക്കെ ഇവിടെ ഉണ്ടാകാം. നമ്മൾ നേരിടുന്ന ഒരു വലിയ വിപത്താണ് ലഹരിയുടെ ഉപയോഗം. ലഹരിയുടെ സ്വഭാവം അത് മാത്രമല്ല, നിങ്ങൾ ഇന്നത്തെ ഒരു തീം എന്ന് പറയുന്നത് ഡ്രഗ്സിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം ഡ്രഗ്സ് കൊണ്ട്, ഈ ഒരു ലഹരി ഉപയോഗം കൊണ്ട് നമ്മുടെ യുവ തലമുറയെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് എങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കണമെന്നുള്ള ഒരു ശ്രമത്തിലാണ് എല്ലാവരും. MashaAllah. I mean, this is just because people friendly, education, communication, safe. Thank you, everybody. I try to say whatever I have in my heart and very simple. Thank you. നല്ല ദിവസത്തായിട്ട് ഇത്രയും തിരക്ക് കൂടി ആൾക്കാരെല്ലാം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. And we got an inspiration speech from Paridadi, and he given that as India and this UAE is just like Siemens, Colgate. So how his speech was a very inspirational speech to all of them, and also the UAE government always supporting against this drugs, and so we are also supporting this nation, this into UAE. കേരളം സത്യത്തിൽ വിദ്യാഭ്യാസത്തിനായി മറ്റുള്ള സാമൂഹ്യ പരിഷ്കരണത്തിൽ വളരെ മുമ്പിലും നിന്ന സംസ്ഥാനമാണ്. പക്ഷേ ഈയിടെ കുറച്ചാളായിട്ട് വലിയൊരു സാമൂഹ്യ വിപത്തിനെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്കൂളുകളിൽ നിന്നും
മറ്റുള്ള കോളേജുകളിലും കുടുംബങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും പട്ടണത്തിലും എല്ലാം ഇത് വ്യാപനം ചെയ്യും. എന്താ പറയാ, എനിക്ക് അവരെ ചീത്ത പറയാനാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും ഈ ഒരു കാര്യം അത്രയും ഇമ്പോർട്ടൻ്റ് ആയി എടുത്ത് ഇത് എന്താ പറയാ, മഹാമാരിന്ന് അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതാക്കാം. പക്ഷെ ഇത് വീടുകളിൽ നിന്നും പിന്നെ സൊസൈറ്റികളിലേക്കും ഉന്മൂലനം ചെയ്യണ ഒരു കാര്യം തന്നെയാണ്. ഫാമിലി വൈസ് മക്കള്, സാമൂഹ്യ കാര്യങ്ങളെല്ലാം. സോ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് പയ്യന്റെ ഗ്രാൻഡ് ഫാദറിനെയും ഗ്രാൻഡ് മദറിനെയും, ആ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് ഈ പയ്യനെ ചെറുപ്പം മുതൽ വളർത്തി കൊണ്ടുവരാൻ വെച്ചാൽ അവന്റെ മദർ ഡൈവോഴ്സായി. അപ്പോൾ ആളില്ലാത്ത പയ്യനായിരുന്നു. പിന്നെ വേറെ കല്യാണം കഴിച്ചു, മദർ അങ്ങനെ പോയി. അപ്പൊ ഈ ഗ്രാൻഡ് പാരൻസ് ആണ് ഇവനെ വളർത്തിയത്. അവൻ എങ്ങനെയൊക്കെയോ ഇതിന്റെ റൈറ്റായി ഒരു ദിവസം രാത്രി 2 പേരെ അവന് വളരെ ക്രൂരമായ രീതിയിൽ പല അർത്ഥെടുത്ത് കൊലപ്പെടുത്തി. കാരണം അവൻ ആവശ്യപ്പെട്ട ഈ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ ഒരു ടീമിനൊപ്പം ഉണ്ടാവണം. ഈ ഒരു നമ്മളുടെ ഈ ഒരു സാമൂഹിക ഇതോടൊപ്പം എന്റെ ക്ലിനിക് ഒട്ടാരിയോ വെൽനസ്, അവിടെ ഞങ്ങളൊരു ഡോക്ടേഴ്സിന് 2 ഡോക്ടർ പാനൽസ് ഉണ്ടാവും. ഇതുപോലെ അമ്മമാർക്ക് പാരൻസിന് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവരുടെ കുട്ടികളുടെ പ്രോബ്ലംസ് എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ഓഫ് കോസ്റ്റ്. അതിന്റെ ഓരോ മെമ്പേഴ്സിനും ഞാനത് ഓഫർ ചെയ്യാണ്. ഇപ്പോ ശ്രീജ പറഞ്ഞ പോലെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അക്കാപ്പുണ്ട് കൂടെ എന്നുള്ള ഒരു മുദ്രാവാക്യമാക്കി മാറ്റുകയാണ് നമ്മളെ. പ്ലസ് ഇതിന്റെ ടാഗ് ലൈൻ വളരെ അട്രാക്റ്റീവ് ആണ്. അത് ചെയ്തത് നമ്മുടെ കോളേജ് അലുമിനി ഇതിനുണ്ടോട്ടെ പ്ലീസ്, വളരെ ട്രെൻഡി ആണ്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. നമുക്കറിയാം, ശ്രീ ചേച്ചി പറഞ്ഞ നിർത്തിയ സ്ഥലത്ത് നമ്മൾ തുടങ്ങിയാണ്. അതായത് കേരളത്തിൽ ഇങ്ങനെയുള്ളൊരു മയക്കുമരുന്നിനുള്ള ഒരു ട്രെൻഡ് എതിരെയുള്ളൊരു ആഹ്വാനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തുടങ്ങിയ സംഘടനയാണ് UAE-യിലെ ഏക സംഘടനയാണ് അക്കാഫ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ മാതൃകയായിട്ടുള്ളത്. നമുക്കറിയാം, നാട്ടിൽ കോവിഡ് വന്നപ്പോഴും UAE ഇല്ല നമ്മൾ നമ്മുടേതായ സാന്നിധ്യം എല്ലാവർക്കും നമ്മുടെ സ്റ്റാമ്പ് ചെയ്തിട്ടില്ല. അതുപോലെ ഈ പ്രവൃത്തിയും ഈ സാമൂഹിക വിഭജനത്തെ അത്താപ്പെ തുന്നിയടങ്ങുന്നത് നിങ്ങളുടെ ഒത്തിരി സഹകരണം. പിന്നെ ഇതിന്റെ ലോഗോ പ്രകാശനം കഴിഞ്ഞതാണ്. അത് കേരളക്കാരാണ് ചെയ്തതെന്ന് പറയുന്നത് സന്തോഷമുണ്ട്. സുധീഷിനെ ഞാൻ വേദിയിൽ രക്ഷപ്പെടുത്തുന്നു. അറിയാതെ പോയതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആളെ. പക്ഷെ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി കിട്ടിയത് അക്കാഫിനോട് തന്നില്ല. കാരണം അക്കാഫ് പഠിച്ച ആ ഒരു അവസരത്തിലാണ് എന്റെ കോളേജിലെ എന്റെ ജൂനിയറായിട്ട് പഠിച്ച ഇവരെ കണക്ട് ചെയ്തത്.